ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2024 ഓഗസ്റ്റ് 7 നടന്ന സീമാൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? 1951. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി 1 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ ആണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു. സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 3. ശരിയായ പ്രസ്താവനകൾ: സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. അശോക ചക്രത്തിൽ 24 ആരക്കാലുണ്ട്. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? 1809 ജാനുവരി 11. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 3. ശരിയായ പ്രസ്താവനകൾ: മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. മലബാർ കലാപം അന്വേഷിച്ചത് ലോഗൻ കമ്മീഷനാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതി പായി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? 1805 നവംബർ 30. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത്? സ്വിറ്റ്സർലൻഡ്. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? 94%. സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? സോവിയറ്റ് യൂണിയൻ. പക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? സത്ലജ് നദി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഹോമി ജഹാംഗീർ ഭാഭ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്?
ന്യൂഡൽഹി. താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ജോൺ മത്തായി. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14. ISROയുടെ ചാന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ എല്ലാം ശരി. ശരിയായ പ്രസ്താവനകൾ: 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. ശരിയായ പ്രസ്താവനകൾ: സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. വാഴച്ചാൽ, പത്തനംതിട്ട. വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ശരിയായവ: തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം. ശരിയായ പ്രസ്താവനകൾ: കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 2ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ: ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടുംചോല. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഇരവികുളം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം. കബനി, പാമ്പാർ. കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏത്? പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട. താഴെ പറയുന്നവയിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ല ഏത്? കോട്ടയം. കടൽത്തീരം ഇല്ലാത്ത 5 ജില്ലകളാണ് ഉള്ളത്: കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, പാലക്കാട്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2ഉം 3ഉം. ശരിയായ പ്രസ്താവനകൾ: ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 3ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ:
അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം. നോവാഷേവ, കണ്ട്ല. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് ഹാൽദിയ, വിശാഖപട്ടണം. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 3ഉം. കാരക്കോറം, സസ്കർ. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി, കാവേരി? 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1ഉം 3ഉം. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയാണ് വിജയിച്ചത്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? രാഹുൽ ഗാന്ധി. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ബ്രസീൽ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ഡി 3 മാത്രം. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. കത്തി, കരി, താടി, പച്ച, മിനുക്ക്. കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. ഇത് ഓർത്ത് വെക്കാനായിട്ടൊരു കോഡ് പറഞ്ഞു തരാം. HCF 11. HCFനകത്ത് H ഹോക്കി, C ക്രിക്കറ്റ്, F ഫുട്ബോൾ. HCF 11. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. 11 കളിക്കാർ വീതം. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? രാത്രിമഴ. രാത്രിമഴ സുഗതകുമാരിയുടെ കൃതിയാണ്. വള്ളത്തോളിൻ്റെ കൃതികളാണ് ബധിരവിലാപം, ഋതുവിലാസം, കൊച്ചു സീത. താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ഓപ്ഷൻ സി 3 മാത്രം. ഹിലാരി ക്ലിന്റൺ. അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിച്ചവരാണ് ബരാക് ഒബാമ, ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? 75 രൂപ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഇസ്രയേൽ. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആൻ ഫ്രാങ്ക്. ആഹാര ശൃംഖലയിലെ 1ാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? പുല്ല്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരൾ. വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? ജീവകം ബി. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഓപ്ഷൻ ബി 2 മാത്രം ശരി. ശരിയായത് ദേശീയ പാർക്ക് സൈലന്റ് വാലി. ബാക്കിയുള്ളതും കൂടെ ശരിയാക്കി പറയാം. നീലഗിരി ബയോസ്ഫിയർ റിസർവ്, അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്ക്, കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ശാസ്ത്രജ്ഞർ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവ?
ഓപ്ഷൻ ഡി 1ഉം 4ഉം. ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങളാണ്: നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, pH മൂല്യം 7ൽ കുറവാണ്. ആൽക്കലിയുടെ പൊതു സ്വഭാവങ്ങളാണ്: ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു, pH മൂല്യം 7ൽ കൂടുതലാണ്. രണ്ട് സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? 5. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ആസാം. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 2ഉം 4ഉം. ഫാനിലെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ്. സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം ഭ്രമണമാണ്. ദോലന ചലനത്തിൽ പെടുന്നവയാണ് ആട്ടുകട്ടിലിൻ്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഹെൻറി കാവൻഡിഷ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആര്? യൂജിൻ സെർണൻ. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. ഏപ്രിൽ 22 ഭൗമദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, ഏപ്രിൽ 23 പുസ്തക ദിനം. ജലദോഷം ഉണ്ടാകുന്ന രോഗകാരിയാണ് വൈറസ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഏഡിസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? HIV. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? 120/80 mmHg. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? 206. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഇനാമൽ. ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? 72. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ടൈഫോയിഡ്. ടൈഫോയിഡ് ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണങ്ങളാണ് പൊണ്ണത്തടി, ഹൃദ്രോഗം, പ്രമേഹം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് എന്ത്? മൃതസഞ്ജീവനി. സ്നേഹപൂർവം പദ്ധതി എന്ന് വെച്ചാൽ അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. ആദരം പദ്ധതി എന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹാർദ്ദം ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ആദരം പദ്ധതി. കാരുണ്യ പദ്ധതി മാരക രോഗം ബാധിച്ചവരെ സഹായിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ, എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തൽ, പീസിക്കൾച്ചർ മത്സ്യകൃഷി. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? നെല്ല്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. സ്വാസ്ഥ്യം പദ്ധതി എന്ന് വെച്ചാൽ സംസ്ഥാന ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് 2015 നടപ്പിലാക്കിയ ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണ് സ്വാസ്ഥ്യം. പുനർജനി പദ്ധതി എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതു ഇടങ്ങളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും വീണ്ടെടുക്കാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് പുനർജനി. കരുണാലയം പദ്ധതി എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോയെന്നും അറിയത്തില്ല.
ഇനിയുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്